അനീഷേടാ. ആ നീയോ? അനീഷേടാ, നമ്മുടെ പടത്തിൻ്റെ കാര്യം. അവൻ്റെ ഒരു പടം, ഒരു ഊമ്പിയ കഥയുമായി അഭിനയിക്കാൻ ഇറങ്ങിക്കുക. എടാ, പ്രൊഡ്യൂസറിന് മുമ്പ് ഞാനാണ് നടക്കട്ടെ. ഇറങ്ങിക്കോ വന്ന വഴി കിട്ടോ. അനീഷേടാ, അത് ഇറങ്ങി പോടാ. നിനക്ക് ഈ പടത്തിലെ മലയാള സിനിമ ഒരു ചാൻസും ഇല്ല. പൊക്കോ. ചിലപ്പോൾ ഈ സംഭവിച്ചതല്ല ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒരവസാനത്തിന്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാണേലും സിനിമയിൽ ഞാൻ എൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കും. ഞാൻ ജോസഫ്. ഹോ, ഇവൻ കുറേ നേരമായാലും ഈ പരിപാടി തുടങ്ങിയിട്ട്. 8 മിസ് കോളോ? ഉറങ്ങാനും സമ്മതിക്കില്ലേ? അളിയ പറ. എടാ, നീ എവിടെയാടാ? കുറേ നേരമായിട്ട് ഞാൻ വിളിക്കുവാണല്ലോ. വീട്ടിലാടാ. നീ കാര്യം പറ. എടാ, നല്ലൊരു അടിപൊളി സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കഥ മാത്രം നീ എന്നോട് പറയൂ തെളിയാ. നീ ഇന്നലെ പറഞ്ഞ എൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എടാ, ഇത് എൻ്റെ കഥയല്ല, എൻ്റെ കൂട്ടുകാരൻ എഴുതുക. എനിക്ക് ഉറപ്പാണ് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന്. നിൻ്റെ കൂട്ടുകാരനല്ലേ? എത്ര എണ്ണം നോക്കിയതാ? ഇതോടെ നോക്കിയേക്കാം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അങ്ങ് വന്നേക്കാം. അവന് ചെന്നൈ വെച്ചൊരു എക്സാം ഉണ്ടേ. അപ്പോൾ അതുവഴി നിൻ്റെ അടുത്തോടെ വന്നിട്ടങ്ങ് പോകാമല്ലോ. ഓക്കെ, എന്നാ നിങ്ങളെന്നാ പോരെ, ഞാനിവിടെ ഉണ്ട്. നീ ഇവിടെ വന്നിരിക്കുവാണോ? എടാ, പിന്നെ ആ എറണാകുളത്തുള്ള ഞാൻ വിളിച്ചായിരുന്നു. നമുക്കിത് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കയറാം. എടാ, നമ്മൾ എത്ര പേര് പോയി കണ്ടതാടാ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എന്നെപ്പോലെ വരുന്നത് ഞാൻ സിനിമ എടുക്കില്ല. ഞാനത് നിർത്താൻ പോവാണ്. മടുത്തടാ എൻ്റെ പുറകെ നടന്ന്. എടാ, ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തളരുന്ന നീയാണോ വലിയ സിനിമ എടുക്കാൻ പോകുന്നത്? നീ കാണിച്ചു കൊടുക്കടാ. നിനക്ക് കഴിവില്ലാന്ന് പറഞ്ഞോറുമില്ല. ഒമ്മണിക്കല്ലേ ട്രെയിന്? നമുക്കൊരു 5 കഴിയുമ്പോൾ അങ്ങ് പോയേക്കാം. നീ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. ഷോ, കറണ്ടും പോയി. ഹെബി അല്ലേ? അതെ, ഞാൻ ജോസഫ്, അർജുൻ ഫ്രണ്ടാ. കഥ പറയാൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? കയറി പോടാ. ഞാൻ അവിടെ നിങ്ങളൊന്നും വരത്തില്ലെന്നോ പറഞ്ഞ പോലെ. അർജുൻ എന്തിയേ? എൻ്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ്, അത് ശരിയാക്കാൻ പോയതാ. അതാ ഞങ്ങൾ താമസിച്ച്. ഇവിടെയാണ് കറണ്ടും ഇല്ല, ഇൻവേർട്ടർ ഓൺ ആവുന്നില്ല. അവനുണ്ടെന്ന് നോക്കിക്കായിരുന്നു. നിനക്ക് 9 മണിക്കല്ലേ ട്രെയിന്? അതെ, 9 മണിക്കാ. എന്തായാലും നിന്റെ കഥ കേൾക്കട്ടെ. ഈ കഥ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് സംഭവങ്ങളാണ്. നീ ആ ബ്ലേഡ് മുരുകേശനിന്ന് പൈസ കടം മേടിച്ചില്ലേ? ലോൺ പോരാണ്ടാണോ നീ അയാളുടെ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്? നിനക്കെന്നെ തലയ്ക്ക് ലോളം ഉണ്ട്, അറിയാൻ വേണ്ടി ചോദിക്കുക. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കേട്ടാ മതി. നീ സിനിമ കൊടുക്കുന്നത് പറഞ്ഞു പറഞ്ഞെങ്കിൽ ശരിയാവത്തില്ല. നീ ചുമ്മാ ജീവിതം തുറക്കുന്ന പരിപാടി. ഇങ്ങനെയാണ് നിന്നെ എന്റെ കൊച്ചിനെ കൊണ്ട് കെട്ടിക്കുന്ന ഒരു പ്രശ്നമല്ല. ഉള്ള കാര്യം പറയാം. നീ ഏതോ വള്ളിക്കേസിൽ പെട്ട് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇതൊക്കെ നിർത്തി നീ വേറെ പണിക്ക് പോകണമെങ്കിൽ മാത്രം നമുക്ക് നോക്കാം. അല്ല ഈ കാര്യം പറഞ്ഞു എന്നെ പുറകെ വന്നേ കേട്ടോ. ഉള്ള കാര്യം പറയാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തവൻ
അവൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് എത്തിച്ചേരുകയാണ്. കൊള്ളാണ് ജോസഫ് ഇതിൻ്റെ കഥ. ഇത്ര നാൾ ഇങ്ങനെ ഒരു കഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ നോക്കിയത്. എന്ത് പറ്റിയടാ? ഇത് നിൻ്റെ ലൈഫിൽ നടന്ന കഥയല്ലേ? അപ്പോൾ ഇതിനകത്ത് നീ തന്നെ നായകനായ മതി. ഇനി അത് നടക്കില്ലല്ലോ. എന്തുകൊണ്ട് നടക്കില്ല? നമ്മൾ ഈ പടം ചെയ്യും. താൻ ധൈര്യമായിരിക്കും. എന്നാൽ ഞാനങ്ങ് മാറുക. ഓക്കെടാ, ഞാൻ വിളിക്കാം. എടാ ജോസഫ് പോയടാ. പക്ഷേ ഈ ക്ലൈമാക്സിൻ്റെ ഒരു ടൈലൻ്റ് കൂടെ ഉണ്ടായിരുന്നു. എന്താണ് നിർത്തിയേ? എന്താണെന്നറിയില്ല, വണ്ടിക്കൊരു പിടുത്തം പോലെ തോന്നുന്നുണ്ട്. നീയല്ലേ പിടിച്ചേക്കുന്നു? എടാ അതല്ലടാ, നീ പുറത്തേക്ക് കിടന്ന് നോക്കിയേ, വണ്ടിക്ക് എന്താ പറ്റി? പണിയായെന്നാ തോന്നുന്നു. ടോണി, നീ എവിടെ ചെയ്തിടാ? എടാ ഞാൻ എറണാകുളത്തെത്തി, ഒന്ന് ഫ്രഷാൻ കയറിയതാ. എടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. കാറിന് ചെറിയൊരു പണി കിട്ടി, അത് നോക്കുക. ഞങ്ങളെന്തായാലും 9 മണിയാകുമ്പോൾ വന്നേക്കാം. ഓക്കേടാ. പിന്നെ നീ ഇല്ലേ ഹോൾ ടിക്കറ്റും ID കാർഡിലും എടുത്തല്ലോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സതീശിന് പറ്റിയ പോലെ ആകരുത്. ഹോൾ ടിക്കറ്റൊക്കെ എടുത്തടാ. ഇതാ വരുന്നു. എടാ ഒന്ന് നിൽക്കുക, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. എന്തുവരെടാ? എടാ ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. നീ ഇവിടെ നിൽക്കുക, ഞാൻ വേഗം പോയി എടുത്തോണ്ട് വരാം. എടാ ഇപ്പൊ ശരിയാവും, നിൽക്കാൻ. എടാ നോക്കിയ സമയമില്ല, ഞാൻ വേഗം പോയി എടുത്തോണ്ട് വരാം. എടാ സിനിമയിലെ ജോസഫ് ഇതിൽ വിജയിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ ജോസഫ് അവൻ്റെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ എന്നേക്കുമായി അറിഞ്ഞോ അറിയാതെയോ തോറ്റുകൊടുക്കുകയാണ്.